എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് തയ്യാറാക്കാൻ പോകുന്നത് വളരെ ടേസ്റ്റിയും സോഫ്റ്റുമായ ഒരു മത്തങ്ങ സ്വീറ്റ് റോളാണ്. ചായക്കൊപ്പം കഴിക്കാൻ പറ്റിയ ഒരു എളുപ്പവും ഹെൽത്തിയുമായ റെസിപ്പിയാണ് ഇത്. മത്തങ്ങ സ്വീറ്റ് റോൾ തയ്യാറാക്കുന്നതിനായി 200 ഗ്രാം മത്തങ്ങയാണ് എടുത്തിട്ടുള്ളത്. മത്തങ്ങ തൊലി കളഞ്ഞ് കഴുകി വൃത്തിയാക്കിയതിന് ശേഷം ചെറിയ കഷ്ണങ്ങളായി മുറിച്ചതിന് ശേഷം ഒന്ന് ആവിയിൽ വേവിച്ചെടുക്കണം. ഇഡലിപ്പാത്രത്തിലേക്ക് ആവശ്യത്തിന് വെള്ളം ഒഴിച്ചു കൊടുത്തതിന് ശേഷം അരിഞ്ഞു വെച്ചിട്ടുള്ള മത്തങ്ങ ഇതിലേക്ക് ചേർത്ത് കൊടുത്ത് അടച്ചു വെച്ചൊന്ന് ആവിയിൽ വേവിച്ചെടുക്കണം. കനം കുറച്ച് മുറിച്ചെടുത്തിട്ടുള്ളതിനാൽ പെട്ടെന്ന് തന്നെ ആവിയിൽ വെന്ത് കിട്ടുന്നതാണ്. മത്തങ്ങ വെന്ത് കിട്ടുന്ന സമയം കൊണ്ട് ഇതിലേക്ക് വേണ്ടുന്ന ഫില്ലിങ് തയ്യാറാക്കാം. ഫില്ലിങ് തയ്യാറാക്കുന്നതിനായി ഒരു പാൻ അടുപ്പത്ത് വെച്ച് പാൻ ചൂടായി വരുമ്പോൾ അതിലേക്ക് 1/2 കപ്പ് ശർക്കരപ്പാനിയാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ശർക്കരപ്പാനി ഒന്ന് തിളച്ച് വരുമ്പോൾ അതിലേക്ക് 1/2 കപ്പ് തേങ്ങ ചിരകിയത് ചേർത്ത് കൊടുത്ത് ഒന്ന് ഇളക്കി യോജിപ്പിക്കണം. ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് ഇഷ്ടമാകുകയാണെങ്കിൽ ഈ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യാനും ഈ ചാനലൊന്ന് സബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത്. ശർക്കരപ്പാനിയും തേങ്ങ ചിരകിയതും കൂടി ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം ഇതിലേക്ക് 1/4 ടീസ്പൂൺ ഏലക്കായും ജീരകവും കൂടി ചതച്ചത് ഇതിലേക്ക് ചേർത്ത് കൊടുത്ത് വീണ്ടും ഒന്നുകൂടി ഒന്ന് ഇളക്കി യോജിപ്പിക്കണം. ഇനി ഇതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് 4 ടീസ്പൂൺ റവയാണ്. വറുത്ത റവയാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ഈ റവയും ചേർത്ത് കൊടുത്തതിന് ശേഷം ഇത് ഒന്നുകൂടി ഇളക്കി യോജിപ്പിക്കണം. റവയുമായി ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം ഇനി ഇതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് 1/4 ടീസ്പൂൺ നെയ്യാണ്. നെയ്യും ചേർത്ത് കൊടുത്തതിന് ശേഷം ഒന്നുകൂടി നന്നായി ഇളക്കി യോജിപ്പിക്കണം. ഫില്ലിങ് തയ്യാറായിട്ടുണ്ട്. ഇനി ഇതിൻ്റെ ചൂടൊന്ന് മാറുന്നതിന് വേണ്ടി മാറ്റിവെക്കാം. നേരത്തെ ആവിയിൽ വേവിക്കാനായി മാറ്റിവെച്ചിട്ടുള്ള മത്തങ്ങ വെന്ത് വന്നിട്ടുണ്ട്. ഇതിൻ്റെ ചൂടാറിയതിന് ശേഷം ഇതൊന്ന് അരച്ചെടുക്കണം. വെള്ളം ചേർക്കാതെ തന്നെയാണ് ഈ മത്തങ്ങ മിക്സിയുടെ ജാറിലിട്ട് അരച്ചെടുത്തിട്ടുള്ളത്. അരച്ചു വെച്ചിട്ടുള്ള മത്തങ്ങയിലേക്ക് ഇനി ചേർത്ത് കൊടുക്കേണ്ടത് 1 കപ്പ് അരിപ്പൊടിയാണ്. നല്ല നൈസായിട്ടുള്ള അരിപ്പൊടിയാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ഇനി ഇതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് ആവശ്യത്തിനുള്ള ഉപ്പാണ്. ഉപ്പ് ചേർത്ത് കൊടുത്തതിന് ശേഷം ഇതൊന്ന് കുഴച്ചെടുക്കുന്നതിന് വേണ്ടി 1 കപ്പ് വെള്ളമാണ് ഞാൻ ആദ്യം ചേർത്ത് കൊടുത്തിട്ടുള്ളത്. വെള്ളം ചേർത്ത് കൊടുത്തതിന് ശേഷം കട്ടകളില്ലാതെ പൊടി നന്നായി ഇളക്കി യോജിപ്പിക്കണം. ഇളക്കി യോജിപ്പിച്ച് കഴിയുമ്പോൾ അല്പം ലൂസായിട്ടായിരിക്കും ഈ മാവ് കിട്ടുന്നത്. കട്ടകളില്ലാതെ പൊടി കലക്കി എടുക്കണം. ഈ മാവ് കലക്കിയെടുക്കുന്നതിനായി 1/4 കപ്പ് വെള്ളമാണ് ഇതിലേക്ക് ഞാൻ ചേർത്ത് കൊടുത്തിട്ടുള്ളത്. എടുക്കുന്ന മത്തങ്ങ നല്ല പഴുത്ത മത്തങ്ങ നോക്കി എടുത്താൽ ഇതുപോലെ നല്ല മഞ്ഞ കളറായിട്ട് നമുക്ക് ഈ മാവ് കിട്ടും. അടുപ്പ് കത്തിച്ച് മീഡിയം ഫ്ലെയിമിൽ ഇട്ട് കൊടുത്ത് വേണം ഈ മാവ് വാട്ടിയെടുക്കാനായിട്ട്. ഇതുപോലെ ഇടയ്ക്ക് ഇളക്കി കൊടുത്തുകൊണ്ടേയിരിക്കണം. മാവിന് നല്ല സോഫ്റ്റ് കിട്ടുന്നതിന് വേണ്ടിയിട്ട് 1 ടേബിൾ സ്പൂൺ സൺഫ്ലവർ ഓയിൽ ചേർത്ത് കൊടുത്ത് നന്നായി ഇതുപോലെ വീണ്ടും ഇളക്കി കൊടുക്കണം. ചേർത്ത് കൊടുത്തിട്ടുള്ള വെള്ളമൊക്കെ വറ്റി പാനിൽ നിന്നും വിട്ട് കിട്ടാനായിട്ട് തുടങ്ങും. ഇതുപോലെ പാനിൽ നിന്നും മാവ് വിട്ട് കിട്ടി മാവ് ഉരുട്ടിയെടുക്കാൻ പാകമാകുന്നതാണ് ഈ മാവിൻ്റെ ഒരു പാകം. മാവ് തയ്യാറായിട്ടുണ്ട്. ഈ മാവിൻ്റെ ചൂടാറുന്നതിന് വേണ്ടി മറ്റൊരു പാത്രത്തിലേക്ക് മാറ്റാം. മാവ് പരത്തുന്നതിന് വേണ്ടി ഒരു വാഴയിലയാണ് എടുത്തിട്ടുള്ളത്. വാഴയില നന്നായി വാട്ടിയെടുത്തതിന് ശേഷം അതിലേക്ക് ഒരു അല്പം നെയ്യ് തടവിയതിന് ശേഷം ഇതിലേക്ക് ആവശ്യത്തിനുള്ള മാവ് വെച്ച് കൊടുക്കണം. മാവ് അല്പം കട്ടിയിൽ വേണം പരത്തിയെടുക്കാനായിട്ട്. പരത്തി വെച്ചിട്ടുള്ള മാവിലേക്ക് നേരത്തെ തയ്യാറാക്കി വെച്ചിട്ടുള്ള ഫില്ലിങ് വെച്ച് കൊടുക്കണം. ഫില്ലിങ് വെച്ചതിന് ശേഷം മാവ് ഇതുപോലെ റോൾ ചെയ്തെടുക്കണം. വാഴയിലയിൽ നെയ്യ് തടവിയിട്ടുള്ളതിനാൽ ഇതുപോലെ റോൾ ചെയ്തെടുക്കുന്ന സമയത്ത് വാഴയിലയിൽ നിന്നും മാവ് വിട്ട് കിട്ടുന്നതായിരിക്കും. ആദ്യത്തെ റോൾ തയ്യാറായിട്ടുണ്ട്. ഇതുപോലെ തന്നെ മറ്റുള്ളവയും തയ്യാറാക്കിയെടുക്കാം. തയ്യാറാക്കി വെച്ചിട്ടുള്ള റോൾ ഇതിലേക്ക് വെച്ച് കൊടുത്ത് ഇനി ഇതൊന്ന് ആവിയിൽ വേവിച്ചെടുക്കണം. അടച്ചു വെച്ച് 10 മിനിറ്റ് ആവിയിൽ വേവിച്ചെടുക്കണം. ഇത് പെട്ടെന്ന് തന്നെ വെന്ത് കിട്ടുന്നതായിരിക്കും. ഇതിൻ്റെ ചൂടാറിയതിന് ശേഷം വേണം ഈ റോൾ ഒന്ന് മുറിച്ചെടുക്കാനായിട്ട്. ഇത് തണുത്ത് കഴിയുമ്പോൾ കഴിക്കാനാണ് ഇതിന് കൂടുതൽ ടേസ്റ്റ്. ഈ വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. അടുത്തൊരു വീഡിയോയുമായി വീണ്ടും കാണാം.